എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബ്രഹ്മാവും വിഷ്ണുവും കൂടി ആ വഴിക്ക് വന്നത്. ഉടനെ നാരദമുനി, നാരായണ നാരായണ. എന്താ നാരദ, നമ്മളെ കണ്ടപ്പോൾ വലിയ ഭക്തിയാണല്ലോ. അങ്ങെന്താ അങ്ങനെ പറയണേ? എനിക്കെപ്പോഴും അങ്ങേ പറ്റിയുള്ള ചിന്തയല്ലേ ഉള്ളൂ, നാരദമുനി പറഞ്ഞു. എന്താ ഇപ്പം എല്ലാവരും കൂട്ടം കൂടി നിൽക്കണേ? വിഷ്ണു ചോദിച്ചു. കൃഷ്ണൻ അറിഞ്ഞില്ലേ, നമ്മുടെ കുട്ടി ഇന്ന് നേരത്തെ എണീറ്റ് കുളിയും തേവാരൊക്കെ കഴിഞ്ഞിരിക്കണു, മഹാദേവൻ പറഞ്ഞു. ആ, ലക്ഷ്മി എന്നോട് പറഞ്ഞു, കൃഷ്ണൻ മറുപടി കൊടുത്തു. അത് കിടന്നു ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിക്കും. ഉറങ്ങുമ്പോൾ വേറെ ശല്യമൊന്നുമില്ലല്ലോ. എണീറ്റാ ഉടനെ തുടങ്ങും, കൃഷ്ണ അതെന്താ ചെയ്യുക, കൃഷ്ണ ഇതെന്താ ചെയ്യാന്ന്. ഗുരുവായൂരിന്ന് 2 മണിക്ക് നട അടച്ച് പുഴയ്ക്കല ബ്ലോക്കും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ സമയം 2:30 2:45. 3:30 നട തുറക്കുമ്പോഴേക്കും അവിടെ തിരിച്ചെത്തും വേണം. വന്ന് കിടന്നൊന്ന് കണ്ണടയ്ക്കണ നേരത്താ വിളിക്കുക, കൃഷ്ണ കറണ്ട് പോയില്ലോ എന്ന്. ഞാനെന്ത് ചെയ്യാനാ? നമ്മൾ ഞെട്ടി ഉണരണേ. കൃഷ്ണൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണെന്നാ കുട്ടിയുടെ വിചാരം. കൃഷ്ണൻ ചിരിച്ചു. ഞാനിപ്പോൾ പുഴയ്ക്കൽ കൂടെ വരാറില്ല, തൃപ്രയാർ വഴി ഇങ്ങോട്ട് കിടക്കും, മഹാദേവൻ പറഞ്ഞു. മഹാദേവൻ അല്ലെങ്കിലും മമ്മിയൂർ 1 മണിക്ക് നട അടയ്ക്കൂലോ, പിന്നെ 5 മണിക്കല്ലേ തിരിച്ചെത്തേണ്ടു. എൻ്റെ കാര്യം അതല്ലല്ലോ. ഇപ്പം ആണെങ്കിൽ ശബരിമലക്കാലല്ലേ, 3:30 മണിക്ക് നട തുറക്കും, അപ്പോഴേക്കും തിരിച്ചെത്തണ്ടേ. പിന്നെന്താച്ചാ ഭക്തർ പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും വെളുപ്പിനെ പോന്ന് ഈ വരിയിൽ നിൽക്കുമ്പോൾ അവരെ എങ്ങനെയാ മോഷിപ്പിക്കുക? നമുക്കവരെ കണ്ടിട്ട് പോകാനല്ലേ പറ്റുള്ളൂ. പക്ഷെ തൃശ്ശൂർക്കാരുടെ കാര്യാട്ടോ രസം. അവര് പലരും അകത്തന്നെ കയറില്ലാന്നേ, തിരക്കാ പറഞ്ഞിട്ടൊരു പാച്ചില. കഥ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത റീലില് കഥയുടെ ബാക്കിയായിട്ട് വരാട്ടോ.